പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളോടൊപ്പമാകുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശുവേ, നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശുവേ, നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന ഒരു ഗോതമ്പപ്പമായി, ഊതിയാൽ പറന്നു പോകുന്ന ഒരപ്പക്കഷ്ണമായി, ഇതാ ദൈവമായ കർത്താവ് നമ്മുടെ മുന്നിൽ സന്നിഹിതനായിരിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവായവൻ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സർവചരാചരങ്ങളുടെയും അധിപനായവൻ ഇതാ തന്നെ താൻ എളിമപ്പെടുത്തിക്കൊണ്ട് ശൂന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ മുന്നിലായിരിക്കുന്നു. അവനെ നമുക്ക് ആരാധിക്കാം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽ മക്കളോട് ദൈവം ചോദിച്ച ചോദ്യം ഇന്ന് നമ്മെ നോക്കി ആവർത്തിക്കുന്നു. നിനക്ക് കാണുന്ന ദൂരത്തിൽ, നിനക്ക് കയ്യെത്തിപ്പിടിക്കുന്ന ദൂരത്തിൽ ഞാനില്ലേ? നിന്റെ കൺമുന്നിൽ ഞാൻ ആയിരിക്കുന്നില്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പലപ്പോഴും നമ്മുടെ ആശ്രയം എവിടെയാണ് പ്രിയമുള്ളവരെ? നാം നമ്മളിൽ തന്നെ ആശ്രയിച്ചു പോയിട്ടുള്ള നിമിഷങ്ങളില്ലേ? എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ശക്തിയിൽ, എൻ്റെ കഴിവിൽ ഞാൻ തന്നെ ആശ്രയിച്ചിട്ടില്ലേ? നിന്റെ ആശ്രയം ഇന്ന് എവിടെയാണെന്ന് ചിന്തിക്കുക. നിനക്ക് ചാരുവാനൊരിടമില്ലേ? നിന്റെ തളർച്ചയിൽ നിനക്ക് ചായുവാനുള്ള ഇടമാണ് അവൻ്റെ കാൽവരിക്കുന്നിലെ കുരിശ്. ഇസ്രായേൽ മക്കൾ കാനാൻ നോക്കി യാത്ര ചെയ്തപ്പോൾ തളർന്നു പോയ നിമിഷങ്ങളിലൊക്കെയും താങ്ങായി തണലായി അവൻ കൂടെയുണ്ടായിരുന്നില്ലേ? ചെങ്കടലിനെ ഭേദിച്ചവൻ, മാറായിലെ കയ്പുള്ള ജലത്തെ മധുരമാക്കി നൽകിയവൻ, തളർന്നു പോകാതിരിക്കുവാൻ ഭക്ഷണമായി മന്നയും കാടപ്പക്ഷിയും നൽകി പോഷിപ്പിച്ചവൻ, പലപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടപ്പോൾ ഇസ്രായേൽ ജനത അവനിൽ വിശ്വസിച്ചു. പലപ്പോഴും അവരുടെ ജീവിത വ്യഗ്രതയിൽ അവർ തളർന്നു പോയപ്പോൾ, തമ്പുരാനോട് തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, ശിക്ഷാവിധി ഏറ്റുവാങ്ങിയപ്പോൾ അവർ ദൈവത്തെ പഴിച്ചു. ഇന്ന് നമ്മളും അങ്ങനെയല്ലേ? അവൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമ്പോൾ ദൈവം നല്ലവനെന്ന് വാഴ്ത്തി പാടുന്നു. പലപ്പോഴും ജീവിതത്തിൻ്റെ തകർച്ചയിൽ അവൻ്റെ അടുത്തേക്ക് നാം വരാറുണ്ടോ? നീ ദൈവത്തിൽ ആശ്രയം കണ്ടെത്താറുണ്ടോ? പ്രിയമുള്ളവരെ, ഓർക്കുക, ഉറ്റവരും ഇടയവരും ഉപേക്ഷിച്ചു പോയാലും താങ്ങുന്ന ഒരു ദൈവം, പെറ്റമ്മ മറന്നുപോയാലും മറക്കാതെ നിന്നോടൊപ്പം നടന്ന് നിന്റെ വീഴ്ചയിൽ നിന്നെ താങ്ങുന്ന ഒരു ദൈവം. അവൻ്റെ കുരിശല്ലേ നമ്മുടെ രക്ഷ. അവൻ്റെ കുരിശിലേക്ക് ചായുവാൻ ദൈവം നമ്മെ മാടി വിളിക്കുന്നു. ധൂർത്തപുത്രനെ കാത്തിരുന്ന ഒരപ്പനെ പോലെ, മകനെ നീ എൻ്റെ അടുക്കിലേക്ക് വാ, മകളെ നീ എൻ്റെ അടുക്കിലേക്ക് വാ, നിന്റെ പ്രശ്നങ്ങളെ എനിക്ക് താ, നിന്റെ പ്രതിസന്ധികളെ നീ എനിക്ക് വിട്ടുതാ എന്ന് ഈ ദിവ്യകാരുണ്യ ഈശോ നമ്മെ നോക്കി പറയുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആകുലതകളെയും എല്ലാ പ്രതിസന്ധികളെയും, ഞാൻ എന്നിൽ തന്നെ ആശ്രയിച്ചു പോയി പരിഹാരമില്ലാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞ എൻ്റെ ജീവിതത്തെയും അവൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. തമ്പുരാനെ, ഒരു മനഹൃദയത്തോടെ നമുക്ക് പറയാം, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. കർത്താവേ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. അപ്പാ, നീ എന്നിൽ പ്രവർത്തിക്കണമേ. എൻ്റെ കൺമുന്നിലേക്ക് ഇറങ്ങി വന്ന ദൈവമേ, എൻ്റെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ. എൻ്റെ തളർച്ചകളിൽ എനിക്ക് ബലമാകണമേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ, എന്നെ ഒറ്റപ്പെടുത്തുന്ന നിമിഷങ്ങളിൽ
ആരും കാണാതെ ഞാൻ കരയുന്ന നിമിഷങ്ങളിൽ കർത്താവേ, നീ എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരണമേ. നീ മാത്രമേ ഉള്ളൂ രക്ഷ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഈ സർവത്തിൻ്റെയും അധിപനായ കർത്താവായ ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ. അവൻ്റെ നാമത്തിൽ നമുക്ക് ആശ്രയിക്കാം, അവൻ്റെ നാമത്തിൽ നമുക്ക് ശരണം വയ്ക്കാം. പ്രിയമുള്ളവരെ, പ്രഭാതത്തിൽ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ഒരുമിച്ച് അവനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.